ഹലോ. പേളിമാണി നമുക്കെല്ലാം വളരെയധികം സുപരിചിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ലൊരു ആങ്കറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, അഭിനേത്രിയാണ്, മോഡലാണ്, ഇൻ്റർവ്യൂറാണ്. ഈ മേഖലകളിലെല്ലാം പേളി തൻ്റേതായ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുമാണ്. എനിക്ക് പിന്നെയും ഇത്തിരി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇൻ്റർവ്യൂവിൽ മാത്രമാണ്. അത് എൻ്റെ തോന്നലാണ് കേട്ടോ. അതുപോലെ തന്നെ പേളി നല്ലൊരു ഭാര്യയുമാണ്, നല്ലൊരു അമ്മയുമാണ്, കൂടാതെ നല്ലൊരു മകളും അതിനേക്കാളും ഒക്കെ ഉപരി നല്ലൊരു വ്യക്തിയുമാണ്. അതുപോലെ തന്നെ ദിയ കൃഷ്ണൻ നന്നായി ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, നല്ലൊരു ബിസിനസ്സുകാരിയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഭർത്താക്കന്മാരും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പുറകിൽ നല്ലൊരു കുടുംബം ഉണ്ടെന്നുള്ളതും ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്. ഇവരുടെ ഭർത്താക്കന്മാരായ ശ്രീനിഷിൻ്റെയും അശ്വിൻ്റെയും കാര്യം പറഞ്ഞാലും അവരും നല്ല അച്ചടക്കമുള്ള കുടുംബത്തിൽ നിന്നുള്ളവരാണ്. നമുക്കിപ്പോൾ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും, അത്രയും അച്ചടക്കത്തോടെയും കരുതലോടെയും കൂടി ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് അവരെ കണ്ടിട്ടുള്ളത്. കൃഷ്ണകുമാറിൻ്റെ വാക്കുകളിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ പേളിമാണിയുടെ അച്ഛൻ്റെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും അച്ഛനെയും അമ്മേനെയും അത്രയും കരുതുന്നവരും അത്രയും പരിഗണന കൊടുക്കുന്നവരും കെയർ ചെയ്യുന്നവരുമാണെന്നും നമുക്ക് അവരുടെ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വന്തം കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ, ഇപ്പോൾ അമ്മയായാലും പെങ്ങളായാലും സ്നേഹിക്കാനും കരുതാനും കഴിയുന്നവർക്കും അവരെ മനസ്സിലാക്കാനും കഴിയുന്നവർക്കാണ് നമുക്ക് ഭാര്യയായി വരുന്ന ഒരു പെണ്ണിനെ സ്നേഹിക്കാനും അവളെ കരുതാനും അവളോട് നല്ല രീതിയിൽ പെരുമാറാനും നല്ലൊരു മനോഭാവം വെച്ച് പുലർത്താനും കഴിയുള്ളൂ. അപ്പോൾ നമുക്കിത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടായി വരേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീനിഷിനെതിരെയും അശ്വിനെതിരെയൊക്കെ വരുന്ന ഹെയ്റ്റ് കമൻസാണ്. കാരണം വെച്ചാൽ ഇവർ നിർഗുണരാണ്, മൊണ്ണകളാണ്, അങ്ങനെയൊക്കെ വരുന്ന കമൻസ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമൻസ് വരുന്നത്? ഒരു പുരുഷാധിപത്യ സൊസൈറ്റിയാണ് നമ്മളുടേത്. അപ്പോൾ ഭർത്താക്കന്മാരെയും കാട്ടിയും ഒരു ഉയർന്ന ലെവലിൽ ഭാര്യമാർ വരരുത്, അല്ലെങ്കിൽ എപ്പോഴും ഭാര്യമാർ ഒരുപടി താഴെ നിൽക്കണം, ഒരു മനോഭാവത്തിൽ നിന്നല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരു കമൻസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേളിയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് ഭർത്താവ് സെലിബ്രിറ്റി അല്ലെന്ന് വെച്ച് അയാൾ ഒന്നും ചെയ്യാതിരിക്കണം എന്നതിന് അർത്ഥമില്ലല്ലോ. അതേപോലെ ഹോം സ്റ്റാർസാണ്, വീട്ടിലെ സ്റ്റാർസാണ്, അങ്ങനെ നമ്മൾ ഒരുപാട് കമൻസ് കേട്ടിട്ടുണ്ട്. നമ്മൾ വീഡിയോസിൽ കാണുമ്പോഴായിരിക്കും അവർ വീട്ടിലിരിക്കുന്നത്, അവർക്ക് അവരുടേതായ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ടാവണം. പേളി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, ഞാൻ ഇത്രയും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനിഷിൻ്റെ സപ്പോർട്ട് കൊണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അവിടെ സെറ്റപ്പ് ചെയ്യണമെങ്കിലും ഒരു സ്റ്റുഡിയോ നടത്തിക്കൊണ്ട് പോകണമെങ്കിലും എത്രയോ എഫേർട്ട് ഉണ്ട്, എത്രയോ കോർഡിനേഷൻ ചെയ്യണം. അതൊക്കെ ചെയ്യുന്നത് അതൊന്നും നമ്മൾ വെള്ളി വെളിച്ചത്തിൽ കാണുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മളവരെ പിന്നെ നിർഗുണരാണ്, മൊണ്ണകളാണെന്നൊക്കെ പറയണം. അതുപോലെ ഇപ്പോൾ അശ്വിനാണെങ്കിലും ബിടെക് പാസ്സായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാന്ന് പറയുന്നത് അത്ര വലിയ പിന്നെ നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. അത്രയും പഠിച്ച് അത്രയും ഇതായിട്ടില്ല. ഇപ്പം ദിയ അത്രയും ഒരു അശ്വിനെക്കാട്ടി ഉയർന്ന പൊസിഷനിലായതുകൊണ്ടാണല്ലോ അത് ഇത്ര നിസ്സാരമായി കാണുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിത് സഹിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സ്ത്രീകൾ അവരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് സഹിക്കാൻ പറ്റാത്തത്. നമ്മളുടെ ഈ ഒരു പാട്രിയാർക്കി സൊസൈറ്റിയിൽ സ്ത്രീ എപ്പോഴും ഒരു പടി താഴെ ആയിരിക്കണം എന്നുള്ള ആ ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും യാതൊരു ഈഗോ ഇല്ലാതെ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം അശ്വിൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദിയ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ സന്തോഷമുള്ള, അവൾ എന്നെക്കാളും നന്നായിട്ട് ഏൺ ചെയ്യണം, നന്നായിട്ട് ബിസിനസ് ചെയ്യണം, അതൊക്കെ അംഗീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ഈഗോ ഇല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ വാസ്തവം. അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്. നമുക്കെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു പുരുഷാധിപത്യ സൊസൈറ്റിയിൽ പെണ്ണെപ്പോഴും ഒരുപടി താഴെ നിൽക്കണം. അവൾ ഈ അറ്റ്ലീസ്റ്റ് അല്ല ഈവൻ പൊക്കത്തിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ ചെറുക്കന് കൂടുതൽ പൊക്കം വേണം, ചെറുക്കന് കൂടുതൽ വയസ്സ് വേണം. പക്ഷേ ഇതൊക്കെ അങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഉദാഹരണങ്ങൾ നമ്മളെ മുമ്പിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഭാര്യ ഒരുപടി ഉയർന്നതെന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താണ് അതിലൊരു കുഴപ്പമെന്നുള്ളതാണ്. നമുക്കിപ്പോഴും അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും ഇപ്പോൾ ഒരു ഭാര്യ പൊക്കം കൂടുതലും ഭർത്താവ് ഇച്ചിരി പൊക്കം കുറഞ്ഞാൽ പോലും നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് എല്ലാത്തിനും ഭർത്താവ് ഒരുപടി മുന്നിലായിരിക്കണം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടല്ലേ നമുക്ക് അവരെ ഇങ്ങനെ എല്ലാവരും കളിയാക്കുന്നതും ഇങ്ങനെയൊക്കെ അവർ തരം താഴ്ത്തി സംസാരിക്കുന്നതും. ഈ മനോഭാവത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നവരും ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഒരു സ്ത്രീയെ അവളൊരു വ്യക്തിയായി കാണാനും അവളെ അംഗീകരിക്കാനും അവൾക്കും അവളുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവളെങ്ങനെയാണോ അതേ രീതിയിൽ അംഗീകരിക്കാനും അവളോടൊപ്പം നിൽക്കാനും സഹായിക്കാനും രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേർന്നുള്ള നല്ലൊരു ജീവിതം നയിക്കാനും ഒക്കെ മുതിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആശ്വാസം. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരും ഇപ്പോൾ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിച്ചു വരുന്നവരും ഉണ്ട്.
ഇനിയും നല്ല നല്ല മാറ്റങ്ങൾ നമുക്കിടയിൽ, നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.